നിങ്ങളുടെ മോട്ടോർ ഡ്രൈവറും ഇതുപോലെ ചൂടായിട്ട് മോട്ടർ കുറച്ച് നേരം ഓൺ ആവുക പിന്നെ ഓഫ് ആവുക, നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് നേരം ഓൺ ആവുക പിന്നെ ഓഫ് ആവുക, അങ്ങനത്തെ പ്രശ്നമുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് ആ പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്രൈറ്റ്നെസ് ഒക്കെ അത്യാവശ്യം നല്ല കൂട്ടിയിട്ടുണ്ട്. ഓണാക്കി തന്നെ ഇടാം. ഈ ഒരു ടോപ്പ് ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കി റെഡി ആയിട്ടുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. സൗണ്ടും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് മോട്ടർ. ഫസ്റ്റ് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, ആ ഒരു ഗിയർ കുറച്ച് സ്ലിപ്പാവുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഓട്ടാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഇനി ഞാനൊരു 5 മിനിറ്റ് ജസ്റ്റ് നല്ല ഹെവി ആയിട്ട് ഓടിച്ചതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. 2000 years later. നമ്മൾ ആ ഒരു പ്രോബ്ലം നേരിടുകയാണ്. ഞാനിപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ് കണ്ടത്. ഇങ്ങനെ വണ്ടി ഞാനിപ്പോൾ ഫുൾ ത്രോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. റിവേഴ്സ് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞ് നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അതേ കേസ് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത്. പക്ഷെ ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോൾ കുറച്ചൊരു പോയിട്ടാണ് നിൽക്കുന്നത്. റിവേഴ്സാണ് പറ്റ ലോ ആയിട്ട് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ റിവേഴ്സും ഫ്രണ്ടും ഒരേ മാതിരിയാവും. ഇപ്പോൾ വണ്ടി വന്നുകൊണ്ട് നിൽക്കുകയാണ്. റിവേഴ്സാണ്, ഫുള്ള് റിവേഴ്സാണ് അതല്ലേ. അല്ലേ ഫ്രണ്ടിൽ കുറച്ചങ്ങനെ ദൂരം ഇങ്ങോട്ട് പോവും, പിന്നെ ആളുകൾ നിൽക്കും. ഞാൻ വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നും അമർത്തണമെന്നില്ല കേട്ടോ. അല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതാണ് മെയിനായിട്ടുള്ള ഈ ഒരു മോട്ടോർ ഡ്രൈവറിൻ്റെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഫ്ലാഷറിൻ്റെ സ്വിച്ച്, അതുപോലെ ഇത് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കാണിച്ചു തരാം. കുറച്ച് നേരം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതോടെ മതി. ഈ ഒരു അടിയത്ത് മാത്രമായിട്ട് ഇങ്ങനെ കത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഈ ഹീറ്റ് സിങ്ക് ഊരിയെടുക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഹീറ്റ് സിങ്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ വലിയ ഹീറ്റ് സിങ്കൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ ഹീറ്റ് സിങ്ക് നമ്മൾ തെർമൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഹോട്ട് എയർ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ലെഗ്സ് ഒന്ന് ഊരിയെടുത്താലും മതി. കുറച്ച് കരി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു നെട്ടുണ്ടാവും, ഞാൻ ആ ഊരി വെച്ചതാണ്. ഒരു സ്ക്രൂ ഉണ്ടാവും, അത് ഊരിയതിന് ശേഷം ഈ 2 ലെഗും സോൾഡറിങ് വെച്ചിട്ട് ഊരിയെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ വലിയ ഹീറ്റ് സിങ്ക് ഇവിടെ വെച്ചിട്ട് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇതുപോലത്തെ തെർമൽ പേസ്റ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ തെർമൽ പേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലത്തെ എക്സോസ്റ്റ് നമുക്ക് വെക്കാവുന്നതാണ്. നമ്മളെ ESCയിലൊക്കെ കാണുന്ന എക്സോസ്റ്റാണ് അത്. എക്സോസ്റ്റ് ഫാൻ അല്ല, ഒരു ഫാനാണെന്നാണ് പറയാം. ചെമ്മിനി എക്സോസ്റ്റിനാണ് ഉദ്ദേശിക്കുക. എക്സോസ്റ്റിൻ്റെ മോഡലിലാണത് ഉള്ളത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ വർക്കിംഗ് ആണ്. അത് വണ്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാനിനി വണ്ടി ഊരി എടുക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഞാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും.